മലപ്പുറത്തിലേക്ക് സ്വാഗതം. പട്ടികജാതിയിൽപ്പെട്ടതും മാനസിക വെല്ലുവിളി നേരിടുന്നതുമായ 14കാരെ തട്ടിക്കൊണ്ടുപോയി ബലാത്സംഗം ചെയ്ത പ്രതിക്ക് ജീവപര്യന്ത തടവും 68.5 വർഷം തടവും 6,01,000 രൂപ പിഴയും വിധിച്ചു. അരീക്കോട് മൈത്ര തച്ചമ്പറമ്പ് അമ്പലത്തോട് ബാബുവിനെയാണ് മഞ്ചേരി സ്പെഷ്യൽ പോക്സോ കോടതി ജഡ്ജ് MA അഷ്റഫ് ശിക്ഷിച്ചത്. എടവണ്ണ പുള്ളിപ്പാടത്ത് 2 ദിവസം മുമ്പ് നടന്ന ബൈക്ക് അപകടത്തിൽ ഗുരുതര പരിക്ക് പറ്റി കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ചികിത്സയിലായിരുന്ന മുണ്ടേങ്ങര സ്വദേശിയായ ഇദ്രീസിന്റെ മകൻ ഫൈസാൻ മുഹമ്മദ് എന്ന വിദ്യാർത്ഥിയാണ് മരണപ്പെട്ടത്. മലപ്പുറം ഒതുക്കുങ്ങൽ നൊട്ടലാനക്കൽ സ്വദേശി തയാട്ടുചിറ കുഞ്ഞി മുഹമ്മദിന്റെ മകൻ മൊഹിയുദ്ദീൻ ആണ് മരിച്ചത്. ഞായറാഴ്ച രാത്രി ഇദ്ദേഹം ഓടിച്ചിരുന്ന ബൈക്കിൽ കാറിടിച്ചായിരുന്നു അപകടം. തിരൂർ കുറ്റിപ്പുറം റോഡിൽ കാറും സ്വകാര്യ ബസ് കൂട്ടിയിടിച്ചുണ്ടായ അപകടത്തിൽ നിന്ന് 4 അംഗ യാത്രാ സംഘം അത്ഭുതകരമായി രക്ഷപ്പെട്ടു. കാർ യാത്രികരും അധ്യാപകരുമായ ഗ്ലോറി, ഭാഗ്യലക്ഷ്മി, നിധി, ധ്വനി എന്നിവരാണ് അപകടത്തിൽ നിന്നും രക്ഷപ്പെട്ടത്. മഞ്ചേരി ആശുപത്രി പ്രവർത്തനം തടസ്സപ്പെടുത്തിയതിനും ജീവനക്കാരുടെ ഡ്യൂട്ടി തടസ്സപ്പെടുത്തിയതിനും പ്രതിക്ക് 1 വർഷം കഠിന തടവ് വിധിച്ചു. പൊന്നാനി മാളിയേക്കൽ സിദ്ദീഖിനെയാണ് മഞ്ചേരി 1ാം അഡീഷണൽ ജില്ലാ സെഷൻസ് കോടതി ജഡ്ജ് M തുഷാർ ശിക്ഷിച്ചത്. കൊണ്ടോട്ടി മോങ്ങത്തിനടുത്ത് തടപ്പറമ്പിൽ പ്രവർത്തിച്ചിരുന്ന അനധികൃത ചെങ്കൽ കോറയിൽ നിന്ന് കല്ലുവെട്ട് യന്ത്രങ്ങളും 8 വാഹനങ്ങളും കൊണ്ടോട്ടി പോലീസ് പിടികൂടി. 2 കല്ലുവെട്ട് യന്ത്രങ്ങൾ, 2 JCBകൾ, കല്ല് കൊണ്ടുപോകാനെത്തിയ 6 ടിപ്പർ ലോറികൾ എന്നിവയാണ് CI ദീപകുമാറിന്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം പിടിച്ചെടുത്തത്. ചങ്ങരംകുളത്ത് മരിച്ചയാളുടെ പെൻഷൻ തട്ടിയെടുത്തെന്ന ബാങ്ക് മാനേജറുടെ പരാതിയിൽ പഞ്ചായത്ത് അംഗത്തിനെതിരെ ചങ്ങരംകുളം പോലീസ് കേസെടുത്തു. ആലങ്ങോട് പഞ്ചായത്തിലെ 18ാം വാർഡ് അംഗം ഹക്കീം പെരുമുക്കിനെതിരെയാണ് കേസെടുത്തത്. വേനൽ ചൂട് രൂക്ഷമായതോടെ വനത്തിനുള്ളിലെ നീർച്ചോലകൾ വറ്റി വരേണ്ടത് വന്യമൃഗങ്ങൾക്ക് ദുരിതമായി. ഇതോടെ ചാലിയാർ പുഴയിൽ ഉൾപ്പെടെ ചൂടിന് ശാന്തി തേടി കാട്ടാനകൾ നീന്തി കുളിക്കുന്ന കാഴ്ച പതിവായി. പുഴയോരങ്ങളിലും സമീപ പ്രദേശങ്ങളിലും താമസിക്കുന്നവർ രാത്രി വീടിന് പുറത്തിറങ്ങിയാൽ വന്യമൃഗങ്ങൾക്ക് മുന്നിൽപ്പെടുന്ന അവസ്ഥയാണ്. ഇതോടെ ടുഡേ അറ്റ് മലപ്പുറം സമാപിക്കുന്നു. പുതിയ വാർത്തകളുമായി അടുത്ത ദിവസം കാണാം. നന്ദി.